പലവട്ടം കാത്തുനിന്നു ഞാൻ കളേറിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ പോയി. പലവട്ടം കാത്തുനിന്നു ഞാൻ കളേറിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ പോയില്ലേ. കൊതിക്കുന്നു ഞാൻ നിന്നെ എന്താമര വിരിയും പോലെ കുഞ്ചി നൽകുന്നേ. അതുപോലും പെണ്ണേ കൊതിക്കുന്നു ഞാൻ നിന്നെ എന്താമര വിരിയും പോലൊരു കുഞ്ചി നൽകുന്നേ. പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ പോയില്ലേ. ബാലേന്ദ്രമേനോൻ എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ ഒരു മനസ്സിൽ വരുന്നത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന മൊത്തം അതുപോലെ ഒരു വ്യക്തിയാണ് നമുക്ക് വിനീത് ശ്രീനിവാസനിലൂടെ ഈ മലയാളത്തിന് കിട്ടിയത്. വിനീത പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ള എനിക്ക്. ഇപ്പോ ഗാനമേളയ്ക്ക് പോയിട്ട് അടി ഉണ്ടാവുന്ന ഒരു സന്ദർഭത്തില് പരിപാടി നിർത്തി പോരാൻ പോവാണ്. അപ്പോഴാണ് പുരുഷു ആ കുട്ടീനെ കണ്ടിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു സീൻ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രോഗ്രാമിന് പോയിട്ട് എനിക്ക് അങ്ങനെ പെൺകുട്ടികളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അല്ലാണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവ് അതാണ് പോട്ടെ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും വിനീതേട്ടനോടെ ചോദിക്കണമെന്ന് ഇപ്പൊ തോന്നരുത്. എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത് ഇതിന്റെ നിർമ്മാതാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരില്ലാത്ത കാരണം ഞാനിപ്പോ ആ ഒരു ചുമതലയും കൂടി വിനീതേട്ടനെ ഏൽപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സൂപ്പർ സ്റ്റാറുടെ സിനിമ എടുക്കാനായിട്ട് ഇപ്പൊ എല്ലാ നിർമ്മാതാക്കളും പേടിയോട്ടില് ഇപ്പൊ ഇത്രയും കോസ്റ്റ് താങ്ങിക്കൊണ്ട് എല്ലാ നിർമ്മാതാക്കൾക്കും എടുക്കാൻ തയ്യാറാകാത്ത സന്ദർഭത്തിൽ പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെയൊരു സിനിമ വിജയത്തിലേക്ക് എത്തിച്ച നിങ്ങളെ ആദ്യം അഭിനന്ദിക്കുകയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, വിനീതേട്ടനെ ഞാൻ അപമാനപ്പെടുത്തിക്കൊണ്ട് പറയുമല്ല, എങ്കിലും ഒരു സാധാരണ തിരക്കഥ ദിലീപേട്ടൻ ഗ്രാൻഡ് പ്രൊഡക്ഷൻ വഴി എടുക്കാൻ തീരുമാനിച്ചത് വിനീതേട്ടൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയുടെ മകനായത് കാരണമല്ല. ഒരു സാധാരണ സ്ക്രിപ്റ്റാണ് ഇത് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് തീർച്ചയായും ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമയാക്കാൻ തീരുമാനിച്ചത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയുടെ മകനായത്. ഇത് ദിലീപേട്ടൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്കറിയില്ല. പിന്നെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് പല രീതിയിലുണ്ടാവും. അതിൻ്റെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ചിലത് എന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റും ഒരുപാട് പ്ലോട്ട് ഷിഫ്റ്റും അതുപോലെയുള്ള സംഭവമൊക്കെ ഉണ്ടാവും. നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് ഒരു ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ, കേരളത്തിൽ കൂടുതലും സാധാരണക്കാരുടെ മനസ്സുള്ള ആളുകളാണ്. ഞാനും അങ്ങനെ ഒരു മനസ്സുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ആ സിനിമ ഈ രീതിയിൽ കണക്ട് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ആരും വിഷമിക്കരുത്. എനിക്കും ചോദിക്കാനുള്ളത് വിനീത് ശ്രീനിവാസനോടാണ്. വിനീത് ശ്രീനിവാസൻ പേരിൽ തന്നെയുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീനിവാസൻ സാറിന്റെ മകൻ. അപ്പൊ ശ്രീനിവാസൻ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മലയാള സിനിമ ഇതുവരെയും കാണാത്ത അത്രയും വൈവിധ്യമാർന്ന ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഡിഫറെന്റ് ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ഫിലിംസ് നമുക്കറിയാം, വടക്ക് നോക്കിയാണ്, അതുപോലെ ചിന്താവിഷ്ടയായ ശ്യാമള, ഇങ്ങനത്തെ ഫിലിംസ് മലയാളം ഇൻഡസ്ട്രി വേറെ കണ്ടിട്ടില്ല. അത്രയും മനോഹരമായ ഫിലിംസ് ആണ് അത്. വളരെ ഡൗൺ ടു എർത്ത് ആൾക്കാരുടെ കഥ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, വളരെ നല്ലൊരു അഭിനേതാവാണ്. പിന്നെ അതിലുപരി വളരെ നല്ലൊരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മേഖലയാണ് ഇപ്പം മകനായ വിനീത് ശ്രീനിവാസൻ സർ എടുത്തേക്കുന്നത്. അതായത് ഒരു ഡയറക്ടറായി ഒരു ഡെബ്യൂ ഫിലിം മലർവാടി ആർട്സ് ക്ലബ്, ആ ഫിലിമായിട്ട് ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നു. അപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഫാക്ടർ, അതായത് പല ഫാക്ടേഴ്സ് ഉണ്ട്. സക്സസ് ഫാക്ടേഴ്സ്, അതായത് ഗ്ലാമർ ഫാക്ടർ, ടാലന്റ് ഫാക്ടർ, അതുപോലെ ഒരു ഫാക്ടറാണ് അച്ഛൻ ഫാക്ടർ. അതായത് ഇപ്പം മോഹൻലാലിന്റെ മകൻ വന്നാൽ എന്തായാലും നമ്മൾ മോഹൻലാലിന്റെ മകൻ അഭിനയിക്കുന്നു, ആ ഫിലിം ഒന്ന് പോയി കാണാം, എങ്ങനെ അച്ഛൻ്റെ അത്രയും വരുമോ എന്നൊരു ടോക്ക് ഉണ്ടാവും. അതുപോലെ ശ്രീനിവാസൻ സാറിന്റെ മകൻ ഒരു ഫിലിം എടുക്കുന്നു,
ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ ഫിലിം. അപ്പൊ എങ്ങനെയിരിക്കും, അച്ഛന്റെ അത്രയും വരുന്നുണ്ടോ മോൻ? അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ശ്രീനിവാസൻ സാർ തന്നെ അത്രയും നല്ലൊരു പീക്ക് സ്റ്റേജിലുള്ള ഫിലിംസ് ആണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ മനസ്സിൽ ഒരു കമ്പാരിസൺ വരും. മകന്റെ ഫിലിമും അച്ഛന്റെ ഫിലിമും തമ്മിലൊരു കമ്പാരിസൺ വരും. അപ്പൊ അതൊരു ചെറിയ തിരിച്ചടി ആവില്ലേ പിന്നെ ഭാവിയിൽ? അപ്പൊ ആ ഒരു ചാലഞ്ച് എങ്ങനെ ഓവർകം ചെയ്യും? നമ്മൾ നന്നായി അധ്വാനിക്കുക, വേറൊന്നുമില്ല ഇതിൽ, ഷോർട്ട് കട്ട് ഒന്നുമില്ല. വളരെ നന്നായിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്യുക. സ്ക്രീൻ പ്ലേ ആണെങ്കിലും അത് അതിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുക. മേക്കിംഗ് ആണെങ്കിലും അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ അധ്വാനം അല്ലാണ്ട് ഇതിലൊരു ഷോർട്ട് കട്ട് ഇല്ല. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ ആളുകളെ തിയേറ്റർ വരെ കൊണ്ടുവരുള്ളൂ. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നന്നായി വർക്ക് ചെയ്യുക, നന്നായി കഷ്ടപ്പെടുക, വേറൊന്നുമില്ല.